ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് സലീലകുമാരി. ഞാൻ നെയ്യാറ്റിൻകര അമരോള എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാൻ 2022 ജൂലൈ 19 ഇവിടെ ഉടമ്പടി എടുക്കാൻ ആദ്യമായിട്ട് വന്നത്. ഉടമ്പടി എടുക്കുവാനുള്ള കാരണം എൻ്റെ ജീവിതത്തിൽ ദൈവം ഞങ്ങൾക്ക് കുറച്ച് സന്തോഷവും അതിൻ്റെ കൂടെ കുറച്ച് ദുഃഖങ്ങളും കൂടെ തന്നിരുന്നു. ആ സമയത്താണ് ഞാൻ ഉടമ്പടി എടുക്കാനായി ദൈവസന്നിധിയിൽ വന്നത്. അമ്മയുടെ അടുത്ത് സാക്ഷി പറയുവാൻ തന്ന ഈ വലിയ അവസരത്തിനോർത്ത് നന്ദി പറയുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ അസുഖത്തെ തുടർന്നും ഞങ്ങളുടെ ബിസിനസ് തകർന്നതേ തുടർന്നും ഞങ്ങളുടെ വീട്ടിൽ വലിയ ദുഃഖവും നിരാശയായിരുന്ന ഒരു സമയത്ത് എൻ്റെ വീട്ടിനടുത്തുള്ള ചേച്ചിയാണ് എനിക്ക് കൃപാസനത്തെ പറ്റി പരിചയപ്പെടുത്തി തന്നത്. ഞാൻ യൂട്യൂബിൽ നോക്കി ഇവിടുത്തെ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ടോക്കുകളും എല്ലാം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സമാധാനം തോന്നി. ഞാൻ ആ ആഴ്ച തന്നെ ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്യുകയുണ്ടായി. അതിൽ കൂടെ ദൈവം എനിക്ക് സമാധാനവും സന്തോഷവും തന്നു. അത് ഞാനിവിടെ പറയുകയാണ്. എനിക്ക് ആർത്രൈറ്റിസിൻ്റെ ഒരു അസുഖമുണ്ട്. അതിൻ്റെ മരുന്ന് കഴിക്കുന്നതിൻ്റെ ഫലമായി എൻ്റെ വായിൽ ഒരു ബ്ലഡ് ക്ലോട്ട് ചെയ്ത് കുമിള പോലെ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. വെള്ളം കുടിക്കുമ്പോഴും ചിലപ്പോൾ ആഹാരം കഴിക്കുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഒക്കെ അങ്ങനെ ഉണ്ടാകും. ഞാനിവിടെ നിന്ന് കിട്ടിയ ഉടമ്പടി തൈലം ഉപയോഗിച്ചതിൻ്റെ ഫലമായി ദൈവം അതെനിക്ക് സൗഖ്യം തന്നു. 8 വർഷമായിട്ട് എനിക്ക് ഉണ്ടായിക്കൊണ്ടിരുന്ന അസുഖമാണ്. അത് എൻ്റെ പരിശുദ്ധ അമ്മയും ഈശോയും കൂടെ എനിക്ക് മാറ്റിത്തന്നു. അതിന് നന്ദി പറയുന്നു. എൻ്റെ പേര് ഡോക്ടർ വിമൽ VS. ഞാനൊരു MBBS ഡോക്ടറാണ്. ഞാൻ 2014 ഒരു ഫോറിൻ ഗ്രാജുവേറ്റാണ്. ചൈനയിലാണ് വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്തത്. ഞാൻ 1 വർഷം മുന്നേ എനിക്ക് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടി എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം അറ്റസ്റ്റ് ചെയ്യാനും ഫോട്ടോ കോപ്പി എടുക്കാനും ഞാൻ കൊല്ലത്തിൽ പോയിരുന്നു. അവിടെ ഞാനൊരു ഫോട്ടോ കോപ്പി ഷോപ്പിൽ ഇതെല്ലാം എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം കൊടുത്തിരുന്നു. അപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ വീണ്ടും ഒരു എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ ഈ സർട്ടിഫിക്കറ്റ്സിൽ നിന്ന് 2 മെയിൻ സർട്ടിഫിക്കറ്റ്, എൻ്റെ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റും എൻ്റെ ഇൻറ്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റും കാണാനില്ല. അപ്പോൾ ഈ 1 വർഷം മുന്നേ പോയ കാര്യം എൻ്റെ മനസ്സിൽ ഇല്ല. ഞാൻ നെയ്യാറ്റിൻകരയിൽ നിന്നാണ് വരുന്നത്. നെയ്യാറ്റിൻകരയുള്ള എല്ലാ ഫോട്ടോ കോപ്പി ഷോപ്പുകളിലും നോക്കി, പാസ്പോർട്ട് ഓഫീസിൽ നോക്കി, അവിടെ ഒന്നും എനിക്ക് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു. ഇനി അത് എടുക്കണമെങ്കിൽ 10 വർഷം മുന്നേ ഉള്ള സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് തിരിച്ച് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പോകണം, എംബസിയിൽ പോകണം, ഒരുപാട് കാശ് ചിലവാകും, സമയം നഷ്ടമാവും, എനിക്ക് ഈ എക്സാം എഴുതാൻ പറ്റില്ല. അങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് ഇത് നഷ്ടമായല്ലോ, ഞാൻ പഠിച്ചത് വെറുതെ ആയല്ലോ. അപ്പോൾ അമ്മ പറഞ്ഞു മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മയും പ്രാർത്ഥിച്ചു. എൻ്റെ വിഷമം ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടെ എല്ലാം പറഞ്ഞു, ഞാൻ പലരിടത്തും വിളിച്ചു പറഞ്ഞു. അപ്പോൾ അവരന്വേഷിച്ചു വന്ന അവസാനം കൊല്ലത്ത് നോക്കിയപ്പോൾ ഒരു കടയിൽ ഇതേപോലെ കുറേ സർട്ടിഫിക്കറ്റ്സ് മിസ്സായതവർ സൂക്ഷിച്ച് വച്ചിട്ടുണ്ട്, നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 2-3 മണിക്കൂർ അവരെ അങ്ങനെ എവിടെയോ മാറ്റി വെച്ചിടത്തെല്ലാം നോക്കിയതിന് ശേഷം അവരത് കണ്ടുപിടിച്ചു. എന്നോട് പറഞ്ഞു, എനിക്കപ്പോഴുണ്ടായ സന്തോഷം ഞാൻ ആരോടും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഞാൻ ഉടനെ തന്നെ അമ്മയെ വിളിച്ച് പറഞ്ഞു. അമ്മ പറഞ്ഞു, മാതാവിനടുത്ത് വന്ന് നമുക്ക് സാക്ഷി പറയണം. എൻ്റെ ജീവിതത്തിലുണ്ടായ വലിയ ഒരു അത്ഭുതമാണ്. അതിന് ഞാൻ നന്ദി പറഞ്ഞാൽ ഒരിക്കലും മതിയാവില്ല. എനിക്ക് തന്ന അനുഗ്രഹത്തിന് ഞാൻ മാതാവിനോടും ഈശോയോടും 1000 നന്ദി പറയുന്നു. കൂടാതെ ഞാനിങ്ങനെ സർട്ടിഫിക്കറ്റ് കളഞ്ഞ് വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. മോൻ ബാംഗ്ലൂരിൽ നിന്ന് വന്ന് അവൻ വെളിയിൽ അവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോയിരുന്നു. അപ്പോൾ ഞാൻ വ്യാഴാഴ്ച രാത്രി ഒരു സ്വപ്നം കാണുകയുണ്ടായി. ഞാനിവിടെ ആരാധനയ്ക്ക് പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ ഓഡിയൻസിൻ്റെ അടുത്ത് വന്നിട്ട് വെഞ്ചരിച്ച ജലം എല്ലാവരുടെയും തലയിൽ തളിക്കുന്നതായിട്ടും എൻ്റെ തലയിലും ഇങ്ങനെ തളിച്ചു. അപ്പോൾ അച്ഛൻ്റെ മുഖത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ അച്ഛൻ എന്നെ നോക്കി ചിരിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ അച്ഛനോട് എൻ്റെ വിഷമങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെയായിരുന്നു. അപ്പോൾ അച്ഛൻ ഇപ്പുറത്തെ സൈഡിൽ വന്നു. ഞാൻ ഉടനെ തന്നെ പോയി അച്ഛൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. ജസ്റ്റ് ഒന്ന് അച്ഛൻ്റെ കാലിൽ തൊടാൻ മാത്രമേ പറ്റുള്ളൂ. ആ സമയം അച്ഛൻ്റെ ശരീരത്തിൽ നിന്നൊരു വലിയ ശക്തി എൻ്റെ ദേഹത്തോട്ട് പാസ് ചെയ്യുന്നതായിട്ട് ഒരു ഷോക്ക് അടിക്കുന്ന ഒരു പ്രതീതി എനിക്കുണ്ടായി. അത് രാവിലെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് അല്പനേരം കൂടെ കിടക്കാമെന്ന് പറഞ്ഞ് കിടന്ന സമയത്താണ് കണ്ടത്.
ഞാൻ ദൈവത്തോട് ഒരുപാട് അന്ന് പ്രാർത്ഥിച്ചു. ആ ദിവസം മുഴുവനും ഞാൻ ആരോടെയും സംസാരിക്കാതെ, ദൈവമേ, എനിക്കൊരു വലിയൊരു കാര്യം എൻ്റെ കർത്താവ് കാണിച്ചല്ലോ, അച്ഛനെ ഞാൻ കണ്ടല്ലോ, എൻ്റെ മാതാവാണതെന്ന് ഞാൻ വിശ്വസിച്ചു. അമ്മ എനിക്ക് ഈ സർട്ടിഫിക്കറ്റ് തരുമായിരിക്കും, അത് അമ്മ എവിടെ നിന്നെങ്കിലും അത് ശരിയാക്കി എനിക്ക് തരണം, എൻ്റെ മകൻ്റെ ഭാവിയാണ്. അങ്ങനെ പറഞ്ഞ് ഞാൻ വളരെ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് വെള്ളിയാഴ്ച രാത്രി ഞാൻ വീണ്ടും ഒരു സ്വപ്നം കണ്ടു. മകൻ്റെ സർട്ടിഫിക്കറ്റ് ദൂരെ എവിടെയോ ഒരു മേശയുടെ ട്രായിനകത്ത് ഇരിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ ശനിയാഴ്ച മകൻ വിളിച്ചിട്ട് എന്നോട് കാര്യങ്ങൾ തിരക്കി, വീട്ടിലുള്ള കാര്യം, മോൻ്റെ പപ്പയുടെ കാര്യമൊക്കെ തിരക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു, മക്കളെ, ഞാൻ അധികം ഒന്നും ഉണ്ടാക്കിയില്ല, വിഷമിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ്. അപ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞു, മക്കളെ, നിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടും, അമ്മ സ്വപ്നം കണ്ട്, അത് എവിടെയോ ഒരു മേശയിനകത്ത് ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അത് നീ ഒന്ന് എല്ലായിടും അന്വേഷിക്കണം, നീ നേരത്തെ ഫോട്ടോ കോപ്പി എടുത്തെടുത്തൊക്കെ ഒന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ മകൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒന്നുകൂടെ പറഞ്ഞു. അന്ന് രാത്രിയാണ് 11 മണിയായപ്പം മകൻ വിളിച്ച് പറഞ്ഞു സർട്ടിഫിക്കറ്റ് കിട്ടിയെന്ന്. ഞാൻ അതിൻ്റെ ഫോട്ടോ എൻ്റെ അമ്മയുടെ ഈശോയുടെ അടുത്ത് കൊണ്ട് കാണിച്ച് ഞാൻ മുട്ടിന്മേൽ നിന്ന് അപ്പോഴും തന്നെ നന്ദി പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ഉടനെ തന്നെ സാക്ഷി പറയാൻ വരുമെന്ന് അന്ന് തന്നെ തീരുമാനമെടുത്തു. സർട്ടിഫിക്കറ്റ് ഇന്നലെയാണ് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നറിഞ്ഞത്. ഇന്നലെയാണ് മോൻ്റെ സുഹൃത്ത് കൊണ്ട് സർട്ടിഫിക്കറ്റ് ഞങ്ങളുടെ കയ്യിൽ തന്നത്. അതുമായിട്ട് ഞങ്ങൾ അമ്മയുടെ അടുത്ത് വന്നതാണ്. പിന്നെ അങ്ങനെ ജീവിതത്തിൽ ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ ദൈവം തന്നുകൊണ്ടിരിക്കുന്നു. അത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് കൂടുതൽ ദൈവത്തെ അറിയുവാനും എല്ലാവരോടെയും സ്നേഹമായിട്ട് ചിരിച്ചുകൊണ്ട് സംസാരിക്കാനും ഒക്കെ എനിക്ക് ഒരു കൃപ തന്നു. ഞാൻ വലുതായിട്ടൊന്നും ആരടുത്തും ചിരിക്കാത്ത ഒരു പ്രകൃതമായിരുന്നു. പരിചയമില്ലാത്ത ആരെങ്കിലും എൻ്റെ മുഖത്ത് നോക്കിയാലും ഞാൻ മിണ്ടാതെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരവസ്ഥ. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എല്ലാവരുടെയും മുഖത്ത് നോക്കി. എൻ്റെ അടുത്ത് മിണ്ടാതെ പോയാലും ഞാൻ വിളിച്ച് സംസാരിക്കും. പാവപ്പെട്ട അമ്മച്ചിമാരൊക്കെ പോകുമ്പോൾ ഞാൻ അവരോട് എല്ലാ കാര്യവും തിരക്കും. എന്നാൽ കഴിയുന്നുള്ള സഹായം എല്ലാവർക്കും ചെയ്യും. പണ്ട് മുതലേ എൻ്റെ ഹസ്ബൻഡ് നല്ലൊരു ബിസിനസ്സുകാരനായിരുന്നു. അയാൾ ഷുഗറിൻ്റെ പ്രയാസത്താൽ ഇപ്പോൾ 2 കണ്ണും കാഴ്ചയില്ലാതെ വീട്ടിലായിരിക്കുകയാണ്. അപ്പോഴ് തൊട്ടേ ഞങ്ങൾ കാരുണ്യ പ്രവൃത്തികൾ ധാരാളം ചെയ്യുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് ഞങ്ങൾക്ക് ഇത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോഴും അത് ചെയ്യാൻ പറ്റിയില്ല. എങ്കിലും ഞങ്ങൾക്ക് പറ്റുന്നത്, ആരെങ്കിലും വിശന്ന് വരുന്നെങ്കിൽ അവർക്ക് ആഹാരം കൊടുക്കാനും ഞങ്ങളാലുള്ള സഹായമൊക്കെ ചെയ്തു പോന്നു. പിന്നെ ഇപ്പോഴും മകൻ പുതിയൊരു സ്ഥലത്താണ് ജോലിക്ക് കയറിയത്. അതിനുശേഷം മകൻ എനിക്ക് അയച്ചു തരുന്ന പൈസയിൽ നിന്ന് ഞാൻ ഒരു 10% എടുത്ത് ദൈവനാമമഹത്വത്തിന് വേണ്ടി ചിലവഴിക്കും. ഇതാണ് ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടെ വന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് എൻ്റെ വീട്ടിൻ്റെ ചുറ്റുമുള്ളവർക്കും ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ കാണുന്നവർക്കും എല്ലാം മാതാവിനെക്കുറിച്ച് പറയുകയും മാതാവിൻ്റെ ജീവിതത്തിലുള്ള സങ്കടവും നിരാശയും വിഷമവും എല്ലാം മാറ്റിയത് ഞാൻ അവരോട് സാക്ഷ്യം പറയുകയും ചെയ്ത് പത്രം കൊടുക്കും. ഇങ്ങനെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം കൊണ്ടും എൻ്റെ വായ കൊണ്ടും ഞാൻ മാതാവിനെ പരിചയപ്പെടുത്തി കൊടുക്കും. 1-2 പേരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി 2-3 പേര് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവരെയും കൊണ്ട് ഇവിടെ വരുന്നതായിരിക്കും. ഇത്രയും അനുഗ്രഹം തന്ന ദൈവത്തിന്, മാതാവിനും കോടി നന്ദി പറയുന്നു. ഈ ജന്മം മുഴുവനും മാതാവിൻ്റെ സന്നിധിയിൽ നന്ദിയുള്ളവളായി തന്നെ ഇരിക്കും. എൻ്റെ മകൻ്റെ ഉടനെ നടക്കാൻ പോകുന്ന പരീക്ഷയിലും മറ്റ് അവൻ്റെ എല്ലാ ജീവിത പ്രവർത്തനങ്ങളിലും കർത്താവിൻ്റെയും മാതാവിൻ്റെയും കൃപ ഉണ്ടാകുവാൻ എല്ലാവരുടെയും പ്രാർത്ഥന അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. 25